അഞ്ചലശ്ശേരിയിലെ ആമ്പൽ വസന്തം കാണാൻ ഞാനും ഷാജേട്ടൻ കൂടെ രാവിലെ തന്നെ പുറപ്പെട്ടു. ചങ്ങനാശ്ശേരിയിൽ നിന്നും കുറിച്ചി ചെന്നിട്ട് അവിടുന്ന് കുറിച്ചി ഔട്ട് പോസ്റ്റ് വഴിയാണ് നമ്മൾ അഞ്ചലശ്ശേരിയിലേക്ക് പോകുന്നത്. മനോഹരമായ കാഴ്ചയാണ്. രാവിലെ തന്നെ നേരത്തെ തന്നെ പോകാൻ തീരുമാനിച്ചെങ്കിലും പോകാൻ പറ്റിയില്ല. അങ്ങനെ പോയി നമ്മൾ അമ്പൽ വസന്തമൊക്കെ കാണാം. ഒരുപാട് ദൂരം ഇങ്ങനെ കിടക്കുകയാണ്. പ്രകൃതിയുടെ സൗന്ദര്യം കണ്ണെത്താ ദൂരത്തോളം നല്ല രസമാണ് കാഴ്ച കാണാൻ. ചങ്ങനാശ്ശേരിയിൽ ഇപ്പം അടുത്തുള്ളത് പാടശേഖരം എന്ന് പറഞ്ഞതാണ് ഏറ്റവും അടുത്ത പാടശേഖരം. കുറച്ച് ഭാഗത്ത് ചുവപ്പാമ്പൽ മാത്രമല്ല വെള്ളയാമ്പലും ഉണ്ട്. അത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുന്നുള്ളേ. ഈ ആമ്പല് ഭാഗങ്ങളിൽ ഒരു ഭാഗം സുന്ദരി ആമ്പൽ, ചുവന്ന ആമ്പൽ, ചുവന്ന പൂത്താലി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ്. വെള്ള ആമ്പലിനെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവാണ്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേനും ഇതാ കൊണ്ട് വഴി കിടക്കുന്ന പട്ടിക്കുട്ടികൾ. അപ്പം ഷാജേട്ടൻ പറഞ്ഞ് അടുത്തുനിന്ന് എടുക്കാനായിട്ട് വീഡിയോ എടുക്കാൻ പോകണ്ട, ചിലപ്പോൾ തള്ളപ്പട്ടി കാണും, തള്ളപ്പട്ടി കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് കടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പെട്ടെന്ന് പോയി എടുത്തിട്ടങ്ങ് വന്നു. ശരിക്ക് അഞ്ചലശ്ശേരി മെയിൻ സ്റ്റോപ്പിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന പോലെ തന്നെ പുഴു തിന്ന് കളഞ്ഞെന്ന് പറഞ്ഞു. പാടം വെറുതെ ഇങ്ങനെ കിടപ്പുണ്ട്, ബാക്കിയെല്ലാം പുഴു തിന്ന് കളഞ്ഞു. ഈ ചുമന്ന പൂക്കളൊക്കെ വെയിലായി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം വാടിത്തുടങ്ങും. പൂക്കൾക്ക് ഏകദേശം 8 മുതൽ 23 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഞാനീ പാടവരമ്പത്ത് കൂടെ നടന്ന്
തെന്നി പോയി കഴിഞ്ഞാൽ ഞാനും പോവും, ക്യാമറ എല്ലാം കൂടെ വെള്ളത്തിൽ പോകും. അതുപോലെ ഒരു പോക്കാണ് ഇതിലേ പോകുന്നത്. സൂക്ഷിച്ചും കണ്ടും വേണം പോകാനായിട്ട്. എനിക്കിത് പിടിക്കുകയും വേണം, എന്നാൽ താഴെ പോകാൻ പാടില്ലല്ലോ. അല്ല, മഴ പെയ്തതിൻ്റെ ചെറിയ വെള്ളക്കെട്ട് ചെറികൾ അങ്ങനെ മുന്നോട്ട് പോയി ഇവിടുത്തെ വള്ളങ്ങൾ കിടക്കും. അപ്പോൾ രാവിലെ ജോലിക്ക് വേണ്ടി പോകുന്നവരായിരിക്കും, സ്വന്തമായിട്ട് വെള്ളമൊക്കെ ഉള്ളവരായിരിക്കാൻ തോന്നുന്നു, അക്കരക്കരയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ പിന്നെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ നമുക്ക് കാണാൻ പറ്റും വേറൊരു അമ്പൽപ്പാടം. എന്നാൽ പിന്നെ ആ അമ്പൽപ്പാടത്തിലേക്ക് പോകാമെന്ന് കരുതി തിരിച്ച് ഞങ്ങൾ വണ്ടിയായിട്ട് അങ്ങോട്ട് യാത്ര തിരിച്ചു. ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഈ മനോഹരമായ ആമ്പലൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പാട്ടായിരിക്കും അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ആമ്പലിനെ പറ്റി ഒരുപാട് പാട്ടുകളുണ്ട്. അതുപോലെ തന്നെയാണ് ആമ്പൽ പൂവേ അണിയും പൂവേ നീയെറിഞ്ഞു ഇവളെൻ്റെ മുറപ്പെണ്ണ് ആമ്പൽ പൂവേ അണിയും പൂവേ. പല പല പാടശേഖരങ്ങളാണ്. 6000 പാടശേഖരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അഞ്ചലശ്ശേരിയിലേക്ക് പോകാനായിട്ട് കുറിച്ചി പഞ്ചായത്തിലെ അഞ്ചലശ്ശേരി FP ബ്ലോക്കിൽപ്പെട്ടതാണ് അഞ്ചലശ്ശേരി. നമുക്കവിടെ പോയി കഴിഞ്ഞാൽ സൂര്യോദയം അസ്തമയമൊക്കെ കാണാം. പോകാനുള്ള വഴി എന്ന് പറയുന്നത് MC റോഡിൽ കുറിച്ചി ഔട്ട് പോസ്റ്റ് കവലിൽ നിന്ന് കൈനടി കാമാല റോഡിലൂടെ പത്തിൽപ്പാലത്തെത്തണം. പത്തിൽപ്പാലത്തിൽ നിന്ന് തിരിഞ്ഞ് 1.5 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ നമുക്ക് അഞ്ചലശ്ശേരി അമ്പൽ വസന്തം കാണാൻ പറ്റും. രാവിലെ ചേട്ടന്മാരെല്ലാം പണിയിലാണ്. രാവിലെ പോകാനായിട്ട് സൂര്യോദയമൊക്കെ കാണാമല്ലോ എന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷെ കുറച്ചുകൂടെ താമസിച്ചാണ് ഇറങ്ങിയത്. പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് വീഡിയോ പിടിക്കുമ്പോൾ ലൈറ്റ് കുറവായിരിക്കുമല്ലോ, അതൊരു പ്രോബ്ലമായിരുന്നു. അത് വീഡിയോത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈറ്റ് കുറവാണ് മിക്ക സ്ഥലങ്ങളിലും. ആ ഒരു സമയത്തായതുകൊണ്ടാണ്. പക്ഷെങ്കിലും നമ്മൾ രാവിലെ പോയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആമ്പൽ വിരിഞ്ഞ് വരുന്ന ഒരു സമയമുണ്ടല്ലോ, നമുക്ക് അന്നപ്പോഴേ കാണാൻ പറ്റുള്ളൂ. രാവിലെ പോയാലേ ശരിക്കും എന്നെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ പറയാൻ നല്ല രസമൊക്കെ കാണാൻ എന്നൊക്കെ പറയും. വെള്ളവും പാടശ്ശേരിയും കാര്യങ്ങളും കാണുമ്പോഴത്തേനും
പക്ഷേ മഴ പെയ്ത് കഴിയുമ്പോൾ അവിടെ താമസിക്കുന്നവരുടെ ഉള്ളിൽ ആദിയായിരിക്കും. ശരിക്കും വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വീടിനകത്തെല്ലാം വെള്ളം കയറും. തിരിച്ചു വരുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് വന്നത്. അതിൽ വന്നപ്പോഴത്തേനും എന്താണ്ട് ഒരു ട്രെയിൻ വരുന്നു. ട്രെയിൻ വന്ന് പ്ലാറ്റ്ഫോമിൽ കയറി. മുഴുവൻ ട്രെയിനും കിട്ടിയില്ല. അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട്. പിന്നെ ആ ഗുഡ്സ് ട്രെയിനിൻ്റെ കുറച്ച് ഭാഗങ്ങളും കിട്ടി. ഉണ്ണിക്കുട്ടൻ്റെ ക്രൂണി സ്കൂളിൻ്റെ അതിൽ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.